എന്തെങ്കിലും മധുരമുള്ള പാപ്പം തിന്നണമെന്ന് വല്ലാത്ത പൂതി. സ്റ്റോർ റൂമിൽ തപ്പിപ്പിറക്കി നോക്കിയപ്പോൾ ഇത്ര ശർക്കര ഇത്ര ഏലക്കയും കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ഉണ്ണിയപ്പച്ചട്ടിയും പൊക്കിക്കൊണ്ടിങ്ങിറങ്ങി. ചോറരച്ചതും ശർക്കര പാനിയും കൂടെ വറുത്ത മാവിലൊഴിച്ചത് ഈ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട്. ഇത്തിരി വെള്ളം കുറഞ്ഞു പോയല്ലേ, കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഇങ്ങനെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് എല്ലാ കുഴികളിലും നിറച്ച് അങ്ങ് മാവ് ഒഴിച്ചു കൊടുക്കാം. ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് പണ്ടേ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതങ്ങ് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അലക്കുലത്തെ സാധനങ്ങളെങ്കിലും ഉണ്ടാക്കി തിന്നുക. ഉണ്ണിയപ്പം തന്നെ തിരിഞ്ഞു വരുന്നത് കണ്ടാ എൻ്റെ പൊന്നോ, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണോ? ഞാനൊന്ന് എണീറ്റെന്ന് ബഹുമാനിച്ചാലോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ പഴവും മൈദയൊക്കെ കൊണ്ടല്ലേ നമ്മളിങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാനും ഈ ചോറ് കൊണ്ട് ഉണ്ടാക്കുന്നത്. എന്ത് സോഫ്റ്റ് ആണെന്നറിയോ, സ്മൂത്തായിട്ടിരിക്കുന്നു. ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക്